തൃശൂർ അസോസിയേഷൻ മസ്കറ്റ് സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി. തൃശൂർ അസോസിയേഷൻ മസ്കറ്റ് സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി നടന്നു. വെള്ളിയാഴ്ച മസ്കറ്റ് റുസയിലുള്ള ദി ഗാർഡൻസിൽ വെച്ച് നടന്ന ഇഫ്താർ സംഗമത്തിൽ വിവിധ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും സമൂഹാംഗങ്ങളും പങ്കെടുത്ത് സംഗമത്തെ സമൃദ്ധമാക്കി. ഇഫ്താർ സംഗമത്തിന്റെ ഭാഗമായി തൃശൂർ അസോസിയേഷൻ മസ്കറ്റ് റമദാന്റെ ആത്മീയ സന്ദേശവും മനുഷ്യരാശിക്ക് അത്യാവശ്യമായ ലോകസമാധാനത്തിന്റെ പ്രാധാന്യവും ഊന്നി പറഞ്ഞ സന്ദേശം സംഘടനാ പ്രസിഡന്റ് ജയശങ്കർ പാലിശ്ശേരി പങ്കുവച്ചു. പരസ്പര സ്നേഹവും സഹാനുഭൂതിയും പങ്കിടലും വളർത്തുന്ന ഒരു ആത്മീയ അവസരമായി ഇഫ്താർ സംഗമം മാറി. ഈ റമദാൻ പുണ്യമാസത്തിലെ ഉപവാസം നമ്മെ സ്നേഹവും കരുണയും ക്ഷമയും പഠിപ്പിക്കുന്നു. ഇന്നത്തെ ഈ ഇഫ്താർ സംഗമത്തിൽ നാം ഭക്ഷണം മാത്രമല്ല പങ്കിടുന്നത് എന്ന് നാം പ്രത്യേകം ഓർക്കുക. മറിച്ച് മനുഷ്യ ഹൃദയങ്ങളും സ്നേഹവും സഹോദര്യവുമാണ് പങ്കിടുന്നത്. ഇത്തരം മനോഹരമായ സംഗമം സാധ്യമാക്കുന്നതിന് കരുണാവനായ തമ്പുരാനോട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് തൃശ്ശൂർക്കാരുടെ ഹൃദയ സ്നേഹത്തോടുകൂടി ഈ ഇഫ്താർ സംഗമത്തിൽ ലോക സമാധാനത്തിലുള്ള ചെറിയ പ്രാർത്ഥനയായി മാറട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഏവർക്കും സമാധാനപൂർവമായ ഇഫ്താർ ആശംസിക്കുന്നു. അൽഹുദ മദ്രസ അധ്യാപകൻ അനസ് നൈമി റമദാന്റെ മഹത്വവും അതിന്റെ ആത്മീയ സന്ദേശവും സംബന്ധിച്ച് പ്രഭാഷണം നടത്തി. ഉപവാസത്തിന്റെ ആത്മീയതയും മനുഷ്യരിൽ കരുണയും ഐക്യവും വളർത്തുന്ന സന്ദേശവും അദ്ദേഹം വിശദീകരിച്ചു. ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഈ നോമ്പുകാലം കൊണ്ട് നമുക്ക് ആത്മീയമായ ഒരനുഭൂതി നേടിയെടുക്കാൻ കഴിയുക. കാരണം ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ, പ്രത്യേകിച്ച് തൃശൂർ ജില്ലാ അസോസിയേഷൻ മസ്കറ്റ് കമ്മിറ്റി സംഘടിപ്പിച്ച ഈ സംഗമം നമ്മളെ എല്ലാവരെയും മാനവികമായ ഐക്യത്തിലെയും സാഹോദര്യത്തെയും ഊട്ടിയുറപ്പിക്കുന്ന ഒരു സംഗമമായി മാറുകയാണ്. അതിന് പ്രത്യേകം സംഘാടകരെ അഭിനന്ദിക്കുന്നു. സ്നേഹവും സമർപ്പണവും കാരുണ്യവും നമ്മുടെ ഉള്ളിൽ തന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്നതാണ്. ലോകം അസമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം നിഴലിച്ചു നിൽക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും എല്ലാവരാലും എപ്പോഴും ആഗ്രഹിക്കുന്നത് എല്ലായിടത്തും സമാധാനം ഉണ്ടാകണമേ, എല്ലാവർക്കും ശാന്തി ഉണ്ടാകണമേ, എല്ലാവരാലും സമൃദ്ധിയായി കഴിഞ്ഞുകൂടണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. ഒരിടത്ത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ അതിൻ്റെ പരിണിതികൾ ഫലിക്കുന്നത് എല്ലായിടത്തേക്കുമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ പിടഞ്ഞു വീഴുന്ന മനുഷ്യനും പിഞ്ചുമക്കളും മതമുള്ളവനും മതമില്ലാത്തവനുമെല്ലാം എങ്ങനെയാണോ പിടഞ്ഞു വീഴുന്നത്, അതിന്റെ വേദനകളെ കുറിച്ചും കൺവീനർ സാബു ആനപ്പുഴ സ്വാഗതം പറയുകയും ട്രഷറർ മുഹമ്മദ് അലി നന്ദിയും രേഖപ്പെടുത്തി. സാഹോദര്യത്വവും ഐക്യവും ശക്തിപ്പെടുത്തുന്ന ഇഫ്താർ സംഗമം സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെയും ഒരുമിപ്പിച്ച ആത്മീയതയും സൗഹൃദപരവുമായ വേദിയായി മാറി. أشهد أن محمدًا رسول الله أشهد أن محمدًا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله. പരിപാടിക്ക് പ്രസിഡന്റ് ജയശങ്കർ പാലിശ്ശേരി, ജനറൽ സെക്രട്ടറി വാസുദേവൻ തളിയറ, സെക്രട്ടറിമാരായ ശ്യാം കോമത്ത്, ബിജു അമ്പാടി, ട്രഷറർ മുഹമ്മദ് അലി അന്നമനട, ജോയിന്റ് ട്രഷറർ ജിബു ഉസ്മാൻ, വൈസ് പ്രസിഡന്റുമാരായ സുനീഷ്, മണികണ്ഠൻ,
സാബു അനാപ്പുഴ, സലീം മുതുവമ്മൽ, ജനറൽ കോർഡിനേറ്റർ ഷൈജു, ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് പ്രസാദ്, ഡേവിഡ്, കിഫിൽ ഇക്ബാൽ, അശോകൻ എളവള്ളി, ഉല്ലാസ്, വിനോദ്, ധർമ്മൻ, സുബീഷ്, ചന്ദ്രേഷ്, ബബിത ശ്യാം, നീതു ബിജു, സബിത സാബു, സജന സക്കീർ, സുജിത് ഗോപി, താര ജയശങ്കർ, ക്ലിൻ ഷാജു, ഷെബീർ ജലാൽ, സുശീലൻ പള്ളിയിൽ, സക്കീർ എന്നിവർ നേതൃത്വം നൽകി. എൻലൈറ്റ് മീഡിയയ്ക്ക് വേണ്ടി മസ്കറ്റിൽ നിന്നും മുഹമ്മദ് യാസീൻ ഒരുമനയൂരിനോടൊപ്പം ഷാർഗി ഗംഗാധർ.